കർക്കിടകവാവ ദിനമായ ഇന്ന് വിശ്വാസികൾ പിതൃസ്മരണയിൽ ബലിതർപ്പണ കർമ്മങ്ങൾ നടത്തുന്നു. സംസ്ഥാനത്തുടനീളമുള്ള ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ ചടങ്ങുകൾക്ക് തുടക്കമായി. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനായി വിവിധയിടങ്ങളിലെത്തിയത്. സംസ്ഥാനത്തുടനീളം ലക്ഷക്കണക്കിന് ആളുകളാണ് പിതൃസ്മരണയിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത്. ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ ബലിതർപ്പണത്തിലുള്ള ഒരുക്കങ്ങൾ സജ്ജീകരിച്ചിരുന്നു. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലും വർക്കല പാപനാശത്തും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുവല്ലത്ത് 60 പുരോഹിതരും 200 ദേവസ്വം സ്പെഷ്യൽ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുവല്ലം പരശുരാമ ക്ഷേത്രം, വർക്കല പാപനാശം തുടങ്ങിയവയായിരുന്നു തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങൾ. മഴയുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ഇരു കേന്ദ്രങ്ങളിലും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറത്ത് ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗത്തിന്റെയും ദുർഗാദേവി ക്ഷേത്രത്തിന്റെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കോഴിക്കോട് വരക്കൽ കടപ്പുറത്ത് ഇന്നലെ വൈകുന്നേരം 4 മണിയോടെ തന്നെ പിതൃക്കൾക്കായുള്ള ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെയും വരക്കൽ ദുർഗാദേവി ക്ഷേത്രത്തിന്റെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതൃത്വത്തിലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലും 10,000 ബലിതർപ്പണത്തിനായി എത്തി. നിളയോരത്തെ കൽപ്പടവുകളിൽ ക്ഷേത്രം അംഗീകരിച്ച 16 കർമ്മികളുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ഇത്തവണയും 10,000 ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തിയത്. പുലർച്ചെ 2 മണിയോടെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പന്തളം മഹാദേവ ക്ഷേത്രം, വലഞ്ചുഴി ക്ഷേത്രം തുടങ്ങി പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. എറണാകുളം ആലുവ മണപ്പുറത്തും അദ്വൈതാശ്രമത്തിലും പുലർച്ചെ മുതൽ വൻ ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു ചടങ്ങുകൾ. കനത്ത മഴയിലും നിരവധി ആളുകളാണ് പിതൃമോക്ഷം തേടി ആലുവ മണപ്പുറത്തേക്ക് എത്തിയത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസും ജില്ലാ ഭരണകൂടവും ഒരുക്കിയിരുന്നു. പുലർച്ചെ 2:30 മുതൽ തുടങ്ങിയ ചടങ്ങുകൾ പൂർത്തിയാക്കി 10,000 ആലുവ മണപ്പുറത്ത് നിന്ന് മടങ്ങി. രാഹുൽ ബിജുവിനൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1, കൊച്ചി.